പ്രിയമുള്ളവരെ, വചനജ്വാല 1714 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 11 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസ വണക്കം 11 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവസാനം അടുത്തു. എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരുളി ചെയ്യുന്നു, ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. ദേശത്തിന്റെ 4 ദിക്കുകളിലും നിന്ന് അവസാനം അടുത്തു വരുന്നു. ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. എന്റെ കോപം നിന്റെ മേൽ ഞാൻ അഴിച്ചുവിടും. നിന്റെ പ്രവർത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും ഞാൻ നിന്നെ ശിക്ഷിക്കും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല. നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവർത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ നാശത്തിന് പിറകെ നാശം. ഇതാ അവസാനം അടുത്തു, അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു. ഇതാ അത് എത്തിക്കഴിഞ്ഞു. ദേശത്ത് വസിക്കുന്നവനെ, ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു. സമയമായി, പരിഭ്രാന്തിയുടെ കലാപത്തിന്റെ ദിനം ആസന്നമായി. മലമുകളിലെ ആർപ്പുവിളി ആഹ്ലാദത്തിൻ്റെതായിരിക്കുകയില്ല. അല്പസമയത്തിനുള്ളിൽ എന്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ചൊരിയും. എന്റെ കോപം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും. നിന്റെ പ്രവർത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. നിന്നോട് കരുണ കാണിക്കുകയില്ല. നിന്റെ മ്ലേച്ഛതകൾക്കും പ്രവർത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും. ഇതാ ആ ദിനം, നാശത്തിന്റെ ദിനം ആസന്നമായി. അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളിർക്കുകയും ചെയ്തിരിക്കുന്നു. അക്രമം ദുഷ്ടതയുടെ ദണ്ഡായി വളർന്നിരിക്കുന്നു. അവരിൽ ആരും അവശേഷിക്കുകയില്ല. അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും. സമയമായി, ദിവസം അടുത്തു. വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട. ജനം മുഴുവന്റെയും മേൽ ക്രോധം പതിച്ചിരിക്കുന്നു. ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവന് വിറ്റത് തിരിച്ചു കിട്ടുകയില്ല. എന്തെന്നാൽ ജനം മുഴുവന്റെയും മേൽ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു. അകൃത്യങ്ങളിൽ തുടരുന്നത് കൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല. കാഹളം മുഴങ്ങി, എല്ലാം സജ്ജമായി, എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. എന്തെന്നാൽ ജനം മുഴുവന്റെയും മേൽ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ മാമർത്തൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഫ്രാൻസിലെ വിയന്നയിലെ ആർച്ച് ബിഷപ്പായിരുന്നു മാമർത്തൂസ്. വിജ്ഞനും വിശുദ്ധനുമായിരുന്ന മാമർത്തൂസ് പല പ്രാർത്ഥനാ ദിനങ്ങളും ഉപവാസ ദിനങ്ങളും
തന്റെ രൂപതയിൽ സ്ഥാപിച്ചു. ഭൂകമ്പം, അഗ്നി, വസന്ത തുടങ്ങിയ വിപത്തുകളിൽ നിന്നും പ്രാർത്ഥന കൊണ്ടാണ് അത്ഭുതം നടന്നിട്ടുള്ളത്. അനേകരുടെ മനസ്സ് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുടെ പ്രേഷിതൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പ്രിയമുള്ളവരെ, വിജ്ഞനും വിശുദ്ധനുമായ വിശുദ്ധ മാമർത്തൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.